ഹായ് ഗായ്സ്, അപ്പം ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പ് പ്ലാൻ ചെയ്യൽ തുടങ്ങിയിട്ട് കുറേ കാലമായിക്കണം. എല്ലാ വർഷവും ഫാമിലി ട്രിപ്പ് ഉണ്ടാവലുണ്ട്, ബട്ട് ഇപ്രാവശ്യവും മുടങ്ങി കേട്ടോ. അപ്പം ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ്, 2 കാറിന് കേട്ടോ. കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഊട്ടിയിലെ നമ്മളെ വീട്, നമ്മളെ സ്വന്തം വീട്. അപ്പോൾ ഇവിടെ എത്തി, ഇവിടെ ഇറങ്ങി കേട്ടോ. അടിപൊളിയാണ് ക്ലൈമറ്റ്, ചൂടുമല്ല തണുപ്പും ഇല്ലാത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈദ് മുബാറക്ക്. ഇതാണ് നമ്മുടെ അൻസി, ഇവിടുത്തെ വലിയ ചെറിയ പുത്രൻ. അപ്പോൾ ഗൈസ്, വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തേക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, മാഷാ അല്ലാ. ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ വന്നിരുന്ന ടൈമിൽ മുകളിൽ എന്നിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ കിടന്നിട്ടില്ല. ആമിനുണ്ടായതിന് ശേഷം ഇവിടെ വന്നിട്ടൊന്നും ഞാൻ കിടന്നിട്ടില്ല കേട്ടോ. കാരണം പേടിയാണ്, ഇങ്ങനത്തെ കോണി ആയതുകൊണ്ട് പേടിയാണ് കേട്ടോ. അങ്ങനെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഫുഡൊക്കെ സെറ്റാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ നിന്നു ഗൈസ്. വെറും ചോറും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. അതുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്ത് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അതിനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ അവിടെ വരുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും ഒരു കാണാത്തൊരു കാഴ്ചകളാണ് ഞങ്ങൾ അധികം കാണാൻ പോകല് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുന്നുമ്മലാണ് കാണാൻ പോകുന്നത്. എന്തോ ഒരു കുന്ന്, എനിക്കറിയില്ല അതിൻ്റെ പേര്. അപ്പോൾ ഈ ചർച്ച് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ക്രിസ്മസിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചാണ് കേട്ടോ അത്. അങ്ങനെ ട്രാഫിക്കിൽ പെട്ടു, ഒരു 1/2 മണിക്കൂറോളം ട്രാഫിക്കിൽ പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ കുന്നൊന്ന് മാറ്റി പിടിച്ചു. കുന്നാണല്ലോ ആകെ, അപ്പോൾ കുന്നൊന്ന് മാറ്റി പിടിച്ചിട്ടോ. അങ്ങോട്ട് കുറേ ദൂരമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയൊരു കുന്നാണ് കേട്ടോ ഇത് കണ്ടിട്ടൊരു കേരള ടച്ചില്ലേ ഉണ്ട് ഞങ്ങൾക്ക് തോന്നിട്ടോ. സംഭവം അടിപൊളി. ഉയരം കൂടുന്തോറും ചായൻ്റെ ടേസ്റ്റ് കൂടുന്നു പറയുന്ന പോലെ, ഉയരം കൂടുന്തോറും കാറ്റും തണുപ്പും അടിപൊളി കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി, ഭയങ്കര തണുത്ത കാറ്റ് ഗൈസ്, അടിപൊളി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ചധികം ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. താത്തൊക്കെ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു, അവൾ സ്കൂട്ടി മേലായിരുന്നു കേട്ടോ. കാറ് ഇങ്ങോട്ട് മുകളിലേക്ക് എത്തൂല, സ്കൂട്ടി ആകുമ്പോൾ എത്തും കേട്ടോ. കാറിനും എത്തും, പക്ഷേ അവിടെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് കാറ് താഴെയാണ് നിർത്തിയത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കുറേ അധികം നടന്ന് കാണാനുണ്ട്. ഞങ്ങൾ കുറച്ച് നേരെ കണ്ടുള്ളൂ, കാരണം ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മക്കളൊക്കെ നല്ല ചില്ല് മൂഡിലാണ് കേട്ടോ, ഓടിക്കളിക്കണേ ഓരോ മൂഡിലാണ്. സെൽഫി എടുക്കണേ, ഫോട്ടോ എടുക്കാണ് സുമയ്യ. ഹലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. 7 മണിയായി ഇവിടെ ആന ഇറങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 7:10 ആയിട്ടുണ്ട്. ആന അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും.